കേരളത്തിൽ മാത്രം ഇടയ്ക്കിടെ കണ്ടുവരുന്ന ഒരു അത്ഭുത പ്രതിഭാസമാണ് ഈ പണിമുടക്ക്. അപ്പോൾ നിങ്ങൾ ഈ പണിമുടക്കിനോട് അനുകൂലിക്കുന്നവരാണോ? ഒരു കൂട്ടം ആൾക്കാർ അനുകൂലിക്കുന്നുണ്ട്, ഒരു കൂട്ടം ആൾക്കാർ ഈ പണിമുടക്കിനോട് താല്പര്യപ്പെടുന്നില്ല എന്നുള്ളതാണ്. പക്ഷെ നമ്മുടെ പാവം കുട്ടികൾ മാത്രം പണിമുടക്ക് വരുമ്പോൾ വളരെ ഹാപ്പിയാണ്. കാരണം അവർക്ക് ഒരു എക്സ്ട്രാ ഒരു ദിവസം കൂടെ എൻജോയ് ചെയ്യാൻ വേണ്ടി കിട്ടുന്നു. അപ്പോൾ ഈ വെള്ളയും ഇട്ട് കൊടിയുമെടുത്ത് ആർഭാട ജീവിതം നയിക്കുന്ന ഒരു കൂട്ടം രാഷ്ട്രീയ നേതാക്കൾ ഈ പണിമുടക്ക് വരുന്ന ദിവസം അവർ സമൂഹത്തിൻ്റെ മധ്യേ അങ്ങ് ഇറങ്ങും. അപ്പോൾ ഇന്ന് നമ്മൾ വാർത്തയിൽ കണ്ടതെന്ന് വെച്ചാൽ ഒരു ചരക്ക് വണ്ടിയായിട്ട് വരുന്ന ഒരു ലോറീനെ ഈ പ്രവർത്തകർ തടയുന്നുണ്ടായിരുന്നു. അസഭ്യം പറയുമ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടും വാക്ക് തർക്കമൊക്കെ ഉണ്ടായി. അത് കടത്തിവിടാത്തൊരു സാഹചര്യം ഉണ്ടായി. അത് മാത്രമല്ല, യാത്രക്കാരുമായിട്ട് വന്ന ഒരു KSRTC ബസ്സിനെ തടഞ്ഞു നിർത്തി തിരിച്ച് 209 മീറ്ററോളം പുറകിലോട്ട് എടുപ്പിച്ച് സ്റ്റാൻഡിൽ ഒതുക്കിയിടിപ്പിച്ചു. പിന്നെ ഈ ബാംഗ്ലൂരിൽ നിന്നൊക്കെ വന്ന ദൂരെ യാത്രയൊക്കെ കഴിഞ്ഞ് വന്ന യാത്രക്കാർ അവർ കയറിയ ഓട്ടോറിക്ഷയൊക്കെ തടയുന്ന ഒരു സിറ്റുവേഷൻ ഉണ്ടായിരുന്നു. സ്കൂളുകളൊക്കെ അടപ്പിച്ചു. അപ്പോൾ ഈ പണിമുടക്ക്, അത് പണിമുടക്കുന്നവർക്ക് മുടക്കാം, അതിനാരും കുറ്റം പറയുന്നില്ല. പക്ഷേ പണിയെടുക്കുന്നവരെ ഒരു തരത്തിലും ബുദ്ധിമുട്ടിച്ചു കൊണ്ടാകരുത് പണിമുടക്കുകൾ. മുമ്പ് നമ്മുടെ നാട്ടിൽ പല തരത്തിലുള്ള സമരങ്ങൾ നടന്നിട്ടുണ്ട്. നമ്മുടെ ആവശ്യങ്ങൾ, നമ്മുടെ നാടിൻ്റെ ആവശ്യങ്ങൾ, ജനങ്ങളുടെ അവകാശങ്ങളും നേടിയെടുക്കാൻ വേണ്ടിയിട്ട്. അന്നത്തെ നമ്മുടെ ജനപ്രതിനിധികൾ, രാഷ്ട്രീയ നേതാക്കൾ ജനങ്ങൾക്കൊപ്പം നിന്നവരാണ്, ജനങ്ങളുടെ കഷ്ടപ്പാടുകളും ബുദ്ധിമുട്ടും അറിഞ്ഞവരാണ്. എന്നാൽ ഇന്നത്തെ നമ്മുടെ കാലഘട്ടം മാറിക്കഴിഞ്ഞു. ഇന്നത്തെ നമ്മുടെ രാഷ്ട്രീയ നേതാക്കൾ അവരൊരു ഏകാധിപത്യ ഭരണം ആഗ്രഹിക്കുന്നവരാണ്. അതുമാത്രമല്ല, വളരെ സെൽഫിഷാണ്. സ്വന്തം കാര്യങ്ങളും സ്വന്തം ആൾക്കാരുടെ ആവശ്യങ്ങളും നേടിയെടുക്കാൻ വേണ്ടി ഏതറ്റം വരെയും പോകുന്നവരുമാണ്. അപ്പോൾ അങ്ങനെയുള്ള ഈ കാലഘട്ടത്തിൽ ഇത്തരം സമരങ്ങൾ ഞങ്ങൾ പൊതുജനങ്ങളെ വളരെയധികം ബുദ്ധിമുട്ടിക്കുന്ന ഒരു കാഴ്ചയാണ്. അതുമാത്രമല്ല, ഇത് കാരണം ബുദ്ധിമുട്ടുന്നത് ഈ ദിവസ വരുമാനത്തിന് ജോലിക്ക് പോകുന്ന ആൾക്കാരുണ്ട്, കൂലിപ്പണിക്കാർ. അവരുടെ ഒരു ദിവസത്തെ വരുമാനം നഷ്ടപ്പെടുകയാണ്. അതുമാത്രമല്ല, ചെറുകിട വ്യാപാരികൾ, സത്യം പറഞ്ഞാൽ കോടിക്കണക്കിന് നഷ്ടമാണ് ഈ പണിമുടക്കുകൾ കാരണം ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്. അത് മാത്രമല്ല, നിങ്ങൾ ഈ പണിമുടക്കിന് പറയുന്ന കുറേ ന്യായീകരണങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ നിങ്ങൾ ഒരു ദിവസം ഇവിടെ കിടന്ന് പൊതുജനങ്ങളെ ബുദ്ധിമുട്ടിച്ചു എന്ന് പറഞ്ഞുകൊണ്ട് നിങ്ങളുടെ ഒരു ആവശ്യങ്ങളെങ്കിലും അംഗീകരിച്ചതായിട്ട് ഞങ്ങൾ കണ്ടിട്ടുമില്ല.